ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2025 ഡിസംബറിൽ എത്തി നിൽക്കുകയാണല്ലേ. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ 2026 വരികയായി. നമ്മൾ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുന്നവരാണല്ലേ. പക്ഷെ ഈ റെസൊല്യൂഷൻസ് എല്ലാം അവിടെ എഴുതി വെക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരാറുണ്ടോ? നമ്മൾ ആ റെസൊല്യൂഷൻസ് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താതെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതേ പ്രശ്നങ്ങളെ നമ്മൾ അതേ എക്സ്ക്യൂസുകൾ കൊണ്ട് തന്നെ നേരിട്ട് അതേ റിസൾട്ടുകൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയല്ലേ നമുക്കുള്ളത്. സെയിം പ്രോബ്ലംസ്, സെയിം എക്സ്ക്യൂസസ്, സെയിം റിസൾട്ട്. ഈ വർഷമെങ്കിലും അതിനൊരു മാറ്റം വേണ്ടി. അപ്പോ 2025 ഡിസംബറോട് കൂടി നമ്മൾ ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ മാറുന്ന ലോകത്ത് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. അതായത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു മാറ്റവും ഇല്ലാതെ ഈ മാറുന്ന ലോകത്തിലായിരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണം കൊഡാക് ഫിലിം ഇൻഡസ്ട്രിയാണ്. അവർക്ക് ഫോട്ടോഗ്രാഫി വ്യവസായത്തിലെ ആധിപത്യം നഷ്ടപ്പെട്ടത് 1975 ആദ്യ ഡിജിറ്റൽ ക്യാമറ അവരുടെ തന്നെ സ്വന്തം എഞ്ചിനീയർ കണ്ടുപിടിച്ച് അതിനെ അവർക്ക് പരിചയപ്പെടുത്തിയിട്ടും അവർ അതിനെ അവഗണിച്ചതാണ്. അതായത് ഫിലിം ബിസിനസ് കത്തി നിൽക്കുമ്പോൾ അതിന്റെ ലാഭം സംരക്ഷിക്കാനുള്ള ഭയത്തില് അവർ ഈ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ടും അവഗണിച്ചു. എന്നാൽ കാനൺ, നിക്കൺ പോലെയുള്ള അവരുടെ ശത്രുക്കളെ ഈ സാങ്കേതിക വിദ്യ മുന്നേറാനായിട്ട് കൂടുതൽ സഹായിക്കുകയും ചെയ്തു. കൊഡാക് ഫിലിം ബിസിനസിനെ മുൻഗണന നൽകിയപ്പോ 1990കളിൽ ഡിജിറ്റൽ ക്യാമറകളും സ്മാർട്ട് ഫോണുകളും വിപണി മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. മെല്ലെ മെല്ലെ അവർക്ക് അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ലാഭം കുറഞ്ഞു വരികയും മാർക്കറ്റിൽ അവർക്ക് മത്സരത്തിൽ മുന്നേറാൻ സാധിക്കാതിരിക്കുകയും 2007 വരുമാനം പൂർണ്ണമായി കുറഞ്ഞ ഫാക്ടറികൾ പലതും അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് അവര് പോകേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അവരെ മാറ്റത്തോട് പുറംതിരിഞ്ഞു നിന്നു. $6 ബില്യൺ കടക്കണിയിലേക്കാണ് ഈ കമ്പനി കൂപ്പുകുത്തിയത്. അങ്ങനെ അത് പൂർണ്ണമായിട്ടും ആ ബിസിനസ് അവർക്ക് നിർത്തേണ്ടി വന്നു. ഇന്ന് എവിടെയെങ്കിലും ഫിലിംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പകരം എന്താണ്? ഡിജിറ്റൽ ക്യാമറകളാണ് ഇന്ന് രംഗത്തുള്ളത്, അല്ലേ? അപ്പൊ ഓരോന്നിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസ് ആണ് ഇന്ന് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ AI അതിപ്രസരമുള്ള ഒരു വർഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളും സാധ്യതകളും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും 2000-ലും 2010-ലും ഒക്കെ എക്സ്പയർ ആയ ഹാബിറ്റുകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഫോണുകൾ അപ്ഡേഷൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ പലതും വാങ്ങിക്കുന്നതിന് വേണ്ടി മണിക്കൂറുകൾ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ബില്ലടിച്ച സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരിക. പക്ഷെ ഒരു 10 മിനിറ്റ് പോലും നമ്മുടെ മൈൻഡ് സെറ്റ് ഫിക്സ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കാറില്ല. ശരിയല്ലേ? ഈവൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കോച്ചിങ് എടുക്കുന്നതിന് നമ്മൾ വിമുഖത കാണിക്കുന്നു. അതായത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ റുട്ടീൻസിനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ട്രെയിനിങ്ങുകളോ കോച്ചിങ്ങുകളോ എടുക്കാൻ നമ്മൾ വിമുഖത കാണിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും പല സ്ഥലത്തും അല്ലാതെ കൊണ്ടുപോയി പണം ചെലവാക്കുകയും പലപ്പോഴും നമ്മൾ നഷ്ടത്തിലേക്കും നമ്മുടെ പരാജയത്തിലേക്കും നീങ്ങാറുണ്ട്. പക്ഷെ ഒരിക്കലും പരാജയപ്പെടുന്നത് നമ്മൾ തോൽവിയായിട്ട് കാണരുത്. പലരും ചെയ്യുന്നത് ഗിവപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് മുന്നേറാൻ പറ്റാതിരിക്കുന്നത്. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഉപേക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നതെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യമാണ്, ഞാൻ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള നമ്മുടെ ചിന്ത. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം. നമ്മൾ പറയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ട് വേണം എടുത്ത് ചാടാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിലേക്ക് പോകും എന്നെല്ലാം പറയും. പക്ഷെ ഇതെല്ലാം നമ്മൾ തുടങ്ങുന്നതിന്, എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുന്നതിനുള്ള എക്സ്ക്യൂസുകൾ മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതല്ലാതെ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതും എന്നുള്ള ചിന്താഗതിയാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ തന്നെ പുറകിലേക്ക് വലിക്കുന്നതിന്, നിങ്ങളുടെ ഭാവിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ.
നിങ്ങൾ തീരുമാനിക്കേണ്ട അടുത്ത് മറ്റുള്ളവരെ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയത്തിലേക്ക് മുന്നേറാൻ സാധിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ഐഡിയ, വലിയൊരു ആശയം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ആയിരിക്കാം. പക്ഷെ ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാനിത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്ന ഒരു നിമിഷം ആലോചിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബ്ലോക്ക്. ഉദാഹരണത്തിന്, ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്താണ് പറയുക? എന്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി കൊല്ലുമോ? അവരെന്തായിരിക്കും എന്നെ കുറിച്ച് ചിന്തിക്കുക? ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യില്ലേ? ഞാൻ ആ ചെയ്തതിനെ ആളുകൾ എന്തെങ്കിലും കുറ്റം പറയുമോ, മോശം പറയുമോ എന്നുള്ള അനാവശ്യ പേടിയാണ് നമ്മളെ അത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാത്തത്. നിങ്ങൾ ചുറ്റും കണ്ണോടിച്ചാല് ഈ സ്വഭാവം എല്ലാവരിലുമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് തുടങ്ങുന്നില്ല. കാരണം എന്താ? എന്റെ വീട്ടുകാരെന്നെ ക്രിറ്റിസൈസ് ചെയ്താലോ, എന്റെ നാട്ടുകാരെന്നെ വിമർശിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്കൊരു നല്ല ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തിയാലോ എന്ന് കരുതിയിട്ട് ഈ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടി നല്ല ഡ്രസ്സുകൾ, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഇടാതെ ധരിക്കാതെ വെച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് എടുക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷൂസ് വെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങളൊരു മീറ്റിങ്ങില് നിങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതെ പറയാതെ ഇറങ്ങി പോത്തിട്ടില്ലേ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതിയിട്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മൊത്തത്തില് എന്താ പറയാ, ഒരു മുഖംമൂടി വെച്ചിട്ടാണ് ജീവിച്ചു തീർക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുമോ? കാരണം മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കും എന്നെ കുറിച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ നല്ലതെന്ന് പറയിപ്പിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. അങ്ങനെയല്ലേ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാല് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം, വിജയത്തിന്റെ രഹസ്യമാണ് ഇപ്പൊ പറയുന്നത്. ലൈഫിലായാലും ബിസിനസ്സിലായാലും സന്തോഷത്തിന്റെ കാര്യത്തിലായാലും വിജയിച്ചിട്ടുള്ള ആളുകളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അവര് ഈ അപ്രൂവൽ തോട്ട്, മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത ഒഴിവാക്കിയിട്ട് അവർക്ക് എന്ത് വേണം എന്നാണോ അവർ ആഗ്രഹിക്കുന്നത് അത് ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങൾ കുഞ്ഞു കുട്ടികളെ കണ്ടിട്ടില്ലേ? അവര് പലപ്പോഴും ഒന്നും ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളപ്പോ അവര് കരയും. അവർക്ക് അറിയില്ല പബ്ലിക്കിലാണോ അവര് നിൽക്കുന്നത് അതോ അവര് പ്രൈവറ്റ് സ്പേസിലാണോ നിൽക്കുന്നതെന്ന് അറിയില്ല. അവർക്ക് വിഷമം അവര് കരയും. അവർക്ക് ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോഴൊക്കെ അവര് കരയും. അവർക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ അവര് കരയും. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവര് കരയും. എന്തുകൊണ്ടാ? അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മള് പഠിക്കണം എന്നുള്ളത് വലിയ ആൾക്കാരുടെ കാര്യമാണ്. കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവര് മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് കരുതാതെ അവര് ഗ്രൂപ്പിലാണെങ്കിലും പബ്ലിക്കിലാണെങ്കിലും അവര് പ്രവർത്തിക്കും. എന്നാൽ ആ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോ അവരുടെ ആ ഒരു നേച്ചറിനെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ പീപ്പിൾ പ്ലീസിങ് ആക്കിയിട്ട് നമ്മൾ അവരെ അങ്ങനത്തെ രീതിയിലാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ അവര് നമ്മളെ പോലെ മാസ്ക് വെച്ച് പെരുമാറാൻ പഠിക്കും. അതല്ല, അവരെ നമ്മൾ നാച്ചുറൽ ചൈൽഡായിട്ടാണ് വളർത്തുന്നതെങ്കിൽ അവർക്ക് എന്തും ആരുടെ മുഖത്തും കറേജിയസ് ആയിട്ട് പറയാനായിട്ട്, ഏത് പബ്ലിക്കിലും അവരുടെ ഒപ്പീനിയൻ പ്രകടിപ്പിക്കാനായിട്ടുള്ള കഴിവ് അവർക്ക് എന്നും നിലനിർത്താൻ പറ്റും. അപ്പൊ നമ്മൾ 2026 മുമ്പായിട്ട് ഉറപ്പായിട്ട് നിർത്തേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, ഞാൻ ഇത് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്. നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ഒപ്പീനിയനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ വാലിഡേറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കരുത് ഒരിക്കലും നമ്മുടെ ആക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കാത്തു നിന്ന് കഴിയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് സമയം ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒരുപാട് നാളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. ചിലപ്പോൾ വർഷങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ടാകും. നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പെർമിഷൻ ആവശ്യമില്ല. നിങ്ങൾ തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പൊട്ടൻഷ്യൽ എല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ള റിസോഴ്സുകളെല്ലാം. അതിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നതിന് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തുക. മറ്റുള്ളവർ എന്ത് പറയും, അവരെന്ത് ചിന്തിക്കും എന്ന ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങൾ ബോൾഡ് ആയിട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തിട്ട്
മറ്റുള്ളവരെ കളിയാക്കുകയോ മറ്റുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോയേക്കാം, മറ്റുള്ളവരുടെ പരിഹാസപാത്രമായേക്കാം, എന്നാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈഫ് നിങ്ങൾ ലീഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കിയേ, എത്ര രസകരമായിരിക്കും അല്ലേ? അങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ ജീവിക്കാനുള്ള ഡിസിഷൻ ഇപ്പൊ തന്നെ എടുക്കുക. അടുത്ത കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒന്ന് ഓവർ തിങ്കിങ്. നിങ്ങളുടെ സെൽഫ് ഡൗട്ട്, ഞാനത് ചെയ്താൽ ശരിയാവോ, ഞാൻ അത് ചെയ്താൽ ശരിയാവോ. നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്ന ഒരു ബോളിവുഡ് ഡയറക്ടറാണത്. കാരണം എന്താ? സെൽഫ് ഡൗട്ട്. നിങ്ങൾ എന്ത് ചെയ്താലും നീ അത് ചെയ്താൽ ശരിയാവോ, നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് തന്നെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവരെ തിരിച്ചു വിളിക്കണോ, ഞാൻ അവർക്ക് തിരിച്ചു മെസ്സേജ് അയക്കണോ, ഞാൻ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണോ, ഞാനത് സ്റ്റാർട്ട് ചെയ്ത എന്തായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ കാട് കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു ഡിസിഷനിൽ എത്തില്ല. ഓവർ തിങ്കിങ് യൂണിവേഴ്സൽ ആണ്, പക്ഷേ നമ്മൾ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കണം. ചിന്തിച്ച് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ടയേർഡ് ആവും. നമ്മൾ ടയേർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ പലപ്പോഴും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചോ ഒരു പുതിയ സ്കില്ല് ലേൺ ചെയ്യുന്നതിനെ കുറിച്ചോ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ചോ എല്ലാം ഒരുപാട് ചിന്തിച്ച് കൂട്ടും. എന്നിട്ട് ആ ചിന്ത കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത്? നമ്മള് കുറെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ നമ്മൾ എടുക്കില്ല. ഓവർ തിങ്കിങ് കൊണ്ട് എന്താ ഉണ്ടാവുന്നേ? നമ്മളൊന്നും ട്രൈ ചെയ്യില്ല, ഒന്നും ഫെയിൽ ചെയ്യില്ല, ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല. അതായത് നമ്മൾ ഇങ്ങനെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒന്നിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കില്ല. നമ്മൾക്ക് പരാജയപ്പെടാനായിട്ടുള്ള ഒരു ധൈര്യം പോലും ഇല്ല. നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എത്തുന്നുണ്ട്. പലതും കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അത് ശരിയാണല്ലോ, ഇത് ശരിയാണല്ലോ, പക്ഷെ ഞാൻ ചിന്തിച്ചത് ശരിയല്ലല്ലോ എന്ന്. പക്ഷെ ഇതൊന്നും നോക്കാതെ സാധാരണ പോലെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാര് അവരുടെ ആ ഒരു ലെവല് വെച്ചിട്ട് അവർ ഓവർ തിങ്ക് ചെയ്യാതെ പ്രവർത്തിക്കുന്ന പലരും വിജയത്തിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരുപാടൊന്നും ഓവർ തിങ്ക് ചെയ്യാതെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലിക്കായി, അവരത് വിജയത്തിലേക്ക് പോയി. ഒരുപക്ഷെ അവർക്ക് നിങ്ങളുടെ അത്ര പോലും കഴിവുണ്ടായിരുന്നിരിക്കില്ല. പക്ഷെ എന്താണ്, ഓവർ തിങ്ക് ചെയ്യാതെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു കസിൻ, നിങ്ങളുടെ അത്ര പോലും കഴിവില്ലാത്ത ഒരാൾ ഒരു പക്ഷെ ഒരു ബിസിനസിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ അത് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഒരു പക്ഷെ ക്ലിക്ക് ആവുകയും വിജയത്തിലേക്ക് കുതിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇവരാരും ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഡിസിഷന് വേണ്ടിയോ കാത്തിരുന്നിട്ടുണ്ടാവില്ല. അവരെ ഫെയിൽ ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും, ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവും. അവർക്ക് ആർക്കും ഒരു പെർഫെക്റ്റ് ടൈമിങ്ങോ പെർഫെക്റ്റ് സ്കില്ലോ പെർഫെക്റ്റ് പ്ലാനോ ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാം ഇംപെർഫെക്റ്റ് ആയിരിക്കും, എല്ലാം മെസ്സി ആയിരുന്നിട്ടുണ്ടാവും, എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചിട്ടുണ്ടാവും. പക്ഷെ അവര് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പോസിറ്റീവ് പോയിന്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പലപ്പോഴും പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ചിലപ്പോൾ അവര് വെറുതെ ക്രിയേറ്റ് ചെയ്തൊരു വെബ്സൈറ്റ് ആയിരിക്കും അവരുടെ ഡ്രീം ജോബിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. സെൽഫ് ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ഓവർ തിങ്കിങ് നമുക്ക് ഓപ്ഷണൽ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ സെൽഫ് ഡൗട്ടിനെയും ഓവർ തിങ്കിങ്ങിനെയും ഉപേക്ഷിക്കാൻ നമ്മൾ റെഡി ആവണം. നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങളില്ല എന്ന് പരാതിപ്പെടാതെ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ അത് പരാജയപ്പെടുന്ന 50 വഴികളെ കുറിച്ച് ആലോചിക്കാതെ അതെങ്ങനെ വിജയിക്കുമെന്നുള്ള വഴികളെ കുറിച്ച് ചിന്തിക്കുക. പെർഫെക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഫെയിലിയറിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക, സെൽഫ് ഡൗട്ട് ഇല്ലാതിരിക്കുക എന്നതാണ്. നമുക്ക് വേണ്ടി ചെറിയ തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് പരാതിപ്പെടുന്നതാണ്. എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പരാതി പറയുന്നവരാണ് നമ്മൾ എല്ലാവരും, അല്ലെ? ശരിക്കും ഈ കംപ്ലൈനിങ് തന്നെ നമ്മളെ സ്റ്റക്കാക്കി കളയും. അതായത് നമ്മളൊരു സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ഫുൾ ടൈം കംപ്ലൈന്റ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മൾ പറയാറില്ലേ, ഓ ഐ ആം ഫ്രസ്ട്രേറ്റഡ്, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഞാൻ സ്ട്രെസ്ഡ് ആണ്, ഞാൻ സ്ട്രഗിൾഡ് ആണ്, എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ആണ്, ഞാൻ ദേഷ്യത്തിലാണ്. ഇതെല്ലാം നമ്മൾ പറയാറുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കംപ്ലൈന്റ്സ് ആണ്. നമ്മൾ വിചാരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്യാന്ന്. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ കുറച്ച് സമയം പരാതി പറഞ്ഞ് പാഴാക്കി, അത്ര മാത്രമാണ് നമുക്ക് അവിടെ നേടാൻ കഴിഞ്ഞത്. കുറച്ച് സമയം നമ്മുടെ വേസ്റ്റായി.
പലപ്പോഴും പരാതി പറയുന്ന ആൾക്കാർ ഒരു ആക്ഷനും എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ ബോസിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന ഒരാള് എന്തുകൊണ്ടാണ് വേറൊരു സ്ഥലത്ത് ജോലി അന്വേഷിക്കാത്തത്? അവരിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേസമയം അവർക്ക് വേറൊരു സ്ഥലത്ത് ജോലി അന്വേഷിച്ചാൽ അവർക്ക് ഇവിടുന്ന് മാറിപ്പോകാം, ആ കംപ്ലൈന്റ് അവസാനിപ്പിക്കാമല്ലോ. നമ്മൾ പരാതി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി പോലെ കാണാം. നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, നമുക്ക് ചുറ്റും വലിയൊരു ഗ്രൂപ്പ് തന്നെ കൂടുന്നത് കാണാൻ പറ്റും, ഇല്ലേ? പരാതികളുമായിട്ട് നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി എപ്പോഴും നെഗറ്റീവ് എനർജി ആയിരിക്കും. നമുക്ക് അവിടെ സീറോ മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ വൈബ്രേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നെഗറ്റീവ് ആവും. അപ്പൊ നമ്മുടെ ഗോൾസ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇത്രയാണ് കംപ്ലൈന്റിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗോൾസ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. ഇനി കംപ്ലൈന്റ്സ് നിർത്തിയ ആളുകളെ നമ്മളൊന്ന് നോക്കിയാലോ. പരാതികൾ നിർത്തി അവരവർക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് വിജയത്തിലേക്ക് എത്തുന്നത് നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ആ ജോലിയും ഇഷ്ടമല്ല. അപ്പൊ അയാളുടെ ഇഷ്ടം എന്താണെന്ന് കണ്ടെത്തി അതിനകത്തേക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ച് അതിനകത്ത് നോളജ് ഗെയിൻ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുകയും അയാൾക്ക് പതിയെ പതിയെ ജോലി ഉപേക്ഷിക്കാനുള്ള സാഹചര്യം ഒത്തുവരികയും ചെയ്യുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും. അപ്പോ ഇതെന്തുകൊണ്ടാണ്? അവര് പരാതി പറച്ചിൽ ഒഴിവാക്കിയിട്ട് ആക്ഷൻ എടുത്തു എന്നുള്ളതാണ്. കംപ്ലൈനിങ് ഒരിക്കലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടില്ല. പകരം വേണ്ട കാര്യങ്ങൾക്ക് ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ചിട്ടുള്ളവര് ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് കുതിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു ആക്ഷനും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അടുത്തതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പെർഫെക്റ്റ് ടൈമിങ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊന്നുണ്ടോ? ഇല്ല. നമുക്കുള്ള എല്ലാ സമയവും നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പോ ഇതാണ് അതിനെ പറ്റിയ ഏറ്റവും നല്ല സമയം. അതല്ലാതെ നമ്മളെ പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ ഒരിക്കലും നമ്മളത് തുടങ്ങില്ല. നമ്മൾ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇതെല്ലാം ഒന്ന് ശരിയായിട്ട് വേണമെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ച് അതെല്ലാം ഒന്ന് സെറ്റിൽ ആക്കിയിട്ട് വേണം എനിക്ക് ഇറങ്ങാനെന്ന്. പക്ഷെ അങ്ങനെ ഒരു സമയം ഉണ്ടാവോ? ഇല്ല. ഒന്ന് മാറുമ്പോ ഒന്ന് എന്നുള്ള രീതിയിൽ അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ ഫോക്കസ് എന്താ? പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യുന്നതില. നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾ ഓക്കെ ഞാൻ ഇന്ന് ചെയ്യും എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും ഇന്നല്ല നാളെ ആവട്ടെ. നിങ്ങൾക്കുള്ള എല്ലാ സ്വപ്നങ്ങളും സ്റ്റക്കായി കിടക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഞാൻ ഉടനെ തന്നെ തുടങ്ങും, ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഈ ഉടനെ തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്. നമ്മൾ ചെയ്യാൻ റെഡി ആയിട്ട് വരുമ്പോൾ ബ്രെയിൻ പറയും നോട്ട് ടുഡേ, ഇന്നല്ല, ഇന്ന് വേണ്ട, ഞാൻ ഉടനെ തുടങ്ങുമെന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉടനെ എന്നുള്ളത് അടുത്ത വർഷത്തേക്കായിരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവുക. അത് 10 വർഷമായിട്ട് നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ മാറ്റിവെക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ വെയിറ്റ് റിഡക്ഷൻ ഈ പ്രാവശ്യത്തെ ഈ വരുന്ന കല്യാണമില്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ പറയും എന്റെ അടുത്ത് കടം വാങ്ങിച്ചാൽ ആ പൈസ തിരിച്ചു തരുന്നത് തൊട്ട് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ പറയും നാളെ ആവട്ടെ, നാളെ തൊട്ട് ഞാനിത് ചെയ്തു തുടങ്ങും. അല്ലെങ്കിൽ അടുത്ത മൺഡേ തൊട്ട് ഞാൻ ചെയ്തു തുടങ്ങും. നിങ്ങളുടെ മുഴുവൻ ഭാവി ഇരിക്കുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. നിങ്ങളുടെ പവർ എന്ന് പറയുന്നത് ഈ മൊമെന്റിലാണ്. ഈ മൊമെന്റിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാസ്റ്റ് കഴിഞ്ഞു പോയി, ഫ്യൂച്ചറിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോഴുള്ള മൊമെന്റ് ആണ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിനാണ് കാര്യം. ഒരിക്കലും ലോകം നിങ്ങൾക്കുള്ള പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. അപ്പൊ നിങ്ങൾക്കൊരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഈ ലോകത്ത് എന്തെങ്കിലും നേടിയവര് ഒരിക്കലും പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തവരല്ല. അവരെല്ലാവരും തുടങ്ങാൻ ഒരു ധൈര്യം കാണിച്ചവരാണ്. അവര് തുടങ്ങിയത് കൊണ്ട് അവര് ചിലപ്പോ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാകും, അവര് ചിലപ്പോ പരാജയപ്പെട്ടിട്ടുണ്ടാവും, അവര് ചിലപ്പോ ഒരുപാട് പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, അവര് റോങ് ഡിസിഷൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അവരുടെ ജീവിതം ഒരു പക്ഷേ ചിലപ്പോ ഒന്ന് ഒലഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് വന്നവരാണ് അവര്. ആ സമയത്ത് അവര് വേണ്ട ഡിസിഷൻസ് എടുത്തവരാണ്.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമാണ് കംഫർട്ട്. കംഫർട്ട് സോൺ ഈസ് ദ കില്ലിംഗ് സോൺ എന്നാ പറയാ. അതായത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കംഫർട്ട് സോണിലായിരിക്കുക എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്താ പറയാ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾക്ക് ഒന്നും തന്നെ തരുന്നില്ല. നിങ്ങൾ വിചാരിക്കും എന്നും ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് സമ്പന്നരുടെ പാത ഫോളോ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യം അലാം അടിക്കുമ്പോഴും നമ്മളത് പൗസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും സ്നൂസ് ചെയ്ത് 10 പ്രാവശ്യം അലാം അടിപ്പിക്കുകയാണെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഏതാണ് അന്വേഷിക്കുന്നത്? നിങ്ങളുടെ കംഫർട്ട് അല്ലേ? വെറുതെ ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്യാൻ തോന്നുമ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും ഒരു സീരീസ് കണ്ടു, 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ എടുത്തതായിരിക്കും. പക്ഷെ 5 മണിക്കൂർ കഴിയുമ്പോഴും നെറ്റ്ഫ്ലിക്സ് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാണണോന്ന്. പക്ഷെ ഈ 5 മണിക്കൂർ കഴിഞ്ഞു പോയത് നമ്മൾ അറിയാറില്ല. നിങ്ങളൊരു 5 മിനിറ്റ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സോഫയിൽ പോയിരിക്കുക. പക്ഷെ ആ സോഫ എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ ഇരുന്ന് ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ അടുത്ത് നടത്തിയ ഒരു സ്റ്റഡിയിൽ കണ്ടൊരു റിപ്പോർട്ടാണ് പറയുന്നത്, ഒരു മനുഷ്യൻ ആവറേജ് പേഴ്സൺ 95 മിനിറ്റ്സ് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം എന്നാണ് പറയുന്നത്. 95 മിനിറ്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര മണിക്കൂറാണെന്ന്. ആ 95 മിനിറ്റ്സ് നിങ്ങളൊരു പുതിയ സ്കില്ല് പഠിക്കുന്നതിനോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ആലോചിക്കുന്നതിനോ ഏതെങ്കിലും നല്ല ബുക്സ് റീഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ പിന്നീട് അങ്ങോട്ട് ഗുണപ്രദമാക്കാനായിട്ട് എത്രമാത്രം സഹായിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റില്ല, നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അത്രയ്ക്കും സക്സസ്ഫുൾ ആകാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളിലുള്ളവരാണ്. പക്ഷെ എന്താണ് നിങ്ങളെ തകർക്കുന്നത്? നിങ്ങളുടെ കംഫർട്ട് സോണാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടാണ്. നിങ്ങളുടെ കംഫർട്ട് ഉള്ളിലിരുന്ന് പറയും നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യും, ഒരു റീലും കൂടെ കാണാം, കുഴപ്പമില്ല. അപ്പോഴും നിങ്ങളുടെ ഗോൾസ് എത്രയോ ദൂരെയാണ്. അത് അതിൽ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ നമ്മൾ ഗോളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ബ്രെയിനിൽ കംഫർട്ടിനെയാണ് നിങ്ങൾ രാജാവാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറ്റുക? നിങ്ങൾ കംഫർട്ട് അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ഗോൾസ് നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകും. കംഫർട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ലതായിട്ട് തോന്നും, പക്ഷെ അത് നിങ്ങളുടെ ഭാവിയെ തകർത്ത് കളയും. എന്നാൽ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ഡിസ്കംഫർട്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ അത് നിങ്ങളുടെ ഭാവിയെ നല്ല രീതിയിൽ വാർത്തെടുക്കും. കംഫർട്ട് എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മനസ്സിലാക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ആരും സ്പെഷ്യൽ ആയിട്ടുള്ളവരല്ല, പക്ഷെ അവരുടെ കംഫർട്ടിനെ അതിജീവിച്ചവരാണ്, അവരെ ഡിസ്കംഫർട്ട് ചോദിച്ചു വാങ്ങിയവരാണെന്ന് വേണമെങ്കിൽ പറയാം. വിരാട് കോഹ്ലി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ, അതായത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈല് മൊത്തം മാറ്റിമറിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ, അതായത് അദ്ദേഹം അത്ര നാളും ശീലിച്ചു വന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് അദ്ദേഹം വിജയത്തിലേക്ക് കുതിച്ചത്. അദ്ദേഹം ജങ്ക് ഫുഡ്സ് വേണ്ടെന്ന് വെച്ചു, അദ്ദേഹം പാതിരാത്രിയിലുള്ള അദ്ദേഹത്തിന്റെ ഫൺ വേണ്ടെന്ന് വെച്ചു, കൂട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കറങ്ങുക, അല്ലെങ്കിൽ സിനിമ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നൈറ്റിൽ നമ്മൾ ചെയ്യാറുണ്ട്, അതെല്ലാം അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് വേൾഡില് ഒരു ആളായി തീരണമെന്ന്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരാളാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്ക് എത്തുകയും ചെയ്തു. നിങ്ങൾ കംഫർട്ട് പാടെ വേണ്ടെന്ന് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങളുടെ പ്രോഗ്രസിന് തടസ്സമായി നിൽക്കുന്ന കംഫർട്ടിനെ നിങ്ങൾ എന്തായാലും ഒഴിവാക്കണം. വിദ്യാഭ്യാസത്തിന് മുന്നേ നമ്മൾ എന്റർടൈൻമെന്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണമാകും. നമ്മൾ പറയും ഞാനത് പിന്നെ ചെയ്തോളാം, നാളെ ചെയ്തോളാം എന്ന് മാറ്റിവെക്കുന്ന ഒരു ശീലമുള്ളവരായിരിക്കും നമ്മൾ പലരും. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അല്ലെ ഇതുവരെ അത് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലുമില്ല. പലപ്പോഴായിട്ട് മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കംഫർട്ട് എന്നത് അലർജിയാണെന്ന് നിങ്ങൾ അറിയുക. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കംഫർട്ട്. പക്ഷെ വൺസ് നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ കംഫർട്ട് നിങ്ങളുടെ സ്വന്തമാണ്. നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ തോന്നുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഡ്രീംസ് അവിടെ മരിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം.
എന്നാൽ നിങ്ങളുടെ കംഫർട്ടിനെ നിങ്ങൾ അതിജീവിക്കാൻ പഠിച്ചാൽ ആ കംഫർട്ടിനുള്ള അഡിക്ഷൻ നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ കുറച്ചൊരു ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് പതുക്കെ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം താനെ മാറാൻ തുടങ്ങും. നിങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അറ്റ് എ ടൈം ചെയ്യണമെന്നില്ല. ഒരു സ്റ്റെപ്പ് ഒരു ദിവസം എടുക്കുക. ചെറിയ സ്റ്റെപ്പുകളാണ് വലിയ വലിയ മാറ്റങ്ങളിലേക്കുള്ള പടിവാതിൽ. നിങ്ങളുടെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഒരുപാട് പുരോഗതിയിലേക്ക് കുതിക്കും. അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഡിസംബറോട് കൂടെ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉപേക്ഷിച്ച് പുതിയ വർഷത്തെ വരവേൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങളുടെ തന്നെ ഭാവി ക്രിയേറ്റ് ചെയ്യാനും ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിരിക്കാനുമുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. നിങ്ങളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാനാവാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ താങ്ക് യു ഓൾ, ലവ് യു ഓൾ.